Hi Kirat Zain, welcome back to my channel. കേരറ്റ് സി ഐ എസ് എഫിലേക്ക് ഫിസിക്കലൊന്നും ഇല്ലാതെ 92,000 വരെ സാലറി ലഭിക്കാവുന്ന സി ഐ എസ് എഫ് എ എസ് ഐ പാരാമെഡിക്കൽ സ്റ്റാഫിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. പക്ഷേ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കണ്ടീഷനുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, PST എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. 3 പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. CSFിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇവിടെ ഫിസിക്കൽ എന്ന് പറയുന്നൊരു ടെസ്റ്റ് വരുന്നില്ല. ഫിസിക്കൽ ഇല്ലാതെ തന്നെ നല്ലൊരു ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കുട്ടികളെ, ഇതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ഹൈപ്പ് ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം പരമാവധി കേട്ടോ. കമൻറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഹൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്തിരിക്കണം. ക്ലിയർ? എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങളിവിടെ കാണുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. CSFിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ജൂൺ 8-നാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 7 ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഓൾ ഇന്ത്യ ലെവലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 92,000 വരെ മാക്സിമം സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. 3 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാ പ്രോസസ്സിലേക്കുമുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് CSFിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. അവിടെ നിന്നാണ് എല്ലാ കുട്ടികളും ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ASI ഫാർമസിസ്റ്റ്, ASI എക്സ്റേ ടെക്നീഷ്യൻ, ASI ലാബ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്കൂടെ വേക്കൻസിയും കാണാവുന്നതാണ്. URൻ്റെ എത്ര വേക്കൻസിയാണ്, EWS, OBC, SC, ST ടോട്ടൽ വേക്കൻസിയും കാണും. എക്സ് സർവീസ്മാൻ്റെ വേക്കൻസിയും കാണും. പിന്നെ വേക്കൻസി വളരെ കുറവാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ വളരെ ലോ ആണ് ഇവിടെ. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് വർക്ക് ഏതാണോ ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പറ്റീഷൻ വളരെ കുറവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് എല്ലാ വർഷവും. പിന്നെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് ഈ തന്നിരിക്കുന്ന വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്, കുറയാനുള്ള സാധ്യതയുണ്ട്. എല്ലാ തവണയും കൂടത്തതേ ഉള്ളൂ. അതുകൊണ്ട് വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നോക്കൂ കുട്ടികളെ, ഏജ് ലിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് SC ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കാസ്റ്റ് OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 18 വയസ്സ് മുതൽ 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റും 5 വർഷവും 3 വർഷവും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ട്രേഡിനും ഇത് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ASI ഫാർമസിസ്റ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും ഓക്കെ ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ പിന്നെയും 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് ഫാർമസി എന്നൊരു കോഴ്സിൽ നിങ്ങൾ ഡിപ്ലോമ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ASI എക്സ്റേ ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ റേഡിയോഗ്രഫി എന്നൊരു കോഴ്സിൽ 2 വർഷത്തെ ഡിപ്ലോമ നിങ്ങൾ ചെയ്തിരിക്കണം. ASI ലാബ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം കുട്ടികളെ 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി എന്നൊരു കോഴ്സിൽ. ഇതാണ് പ്രോപ്പർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു, വേക്കൻസിയുടെ കാര്യം പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. ഇതിനെ പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നാണ്. അതായത് PST എന്നാണ് പറയുന്നത്.
PST എന്നാണ്. ഇവിടെ ഫിസിക്കൽ ഇല്ല, അതിന് പകരമായിട്ട് PST ആണ്. PST എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റ് മെഷർ ചെയ്യും. അതാണ് PST ടെസ്റ്റിൽ വരുന്നത്. കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ജനറൽ, EWS, SC, OBC ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. OBCക്കാണ് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ നിങ്ങളൊരു ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഈ കാസ്റ്റിൽ പെടുന്നവർക്ക്. ചെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 80-85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതായത് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യാതെ 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടി കിട്ടിയിരിക്കണം. 80 കുറയാൻ പാടില്ല. ഓൺലി മെയിൽ കേഡറ്റ് മാത്രമാണ് ഈ ഒരു ഇവൻറ്റ് വരുന്നത്. ഇനി നിങ്ങളുടെ കാസ്റ്റ് ST ആണെന്നുണ്ടെങ്കിൽ, അതായത് ഷെഡ്യൂൾ ട്രൈബ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 162.5 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ. നിങ്ങളൊരു ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 154 സെൻറ്റിമീറ്റർ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പോലും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. CISFൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ആവശ്യമായിട്ടുള്ളവർ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അതായത് എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം അതിൻ്റെ ലിങ്കാണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി എല്ലാവരും ഇതിൻ്റെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ വരുന്നത് 100 rupees ആണ് കേട്ടോ. എല്ലാവർക്കും വരത്തില്ല, SC ആൻഡ് ST കാറ്റഗറിക്ക് വരത്തില്ല, ബാക്കിയുള്ളവർക്കാണ് ഫീസ് വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. നോക്കൂ കുട്ടികളെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷം PST ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്, പിന്നെ മെഡിക്കലാണ്, പിന്നെ ഫൈനൽ ജോയിനിങ് ആണ്. ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട. ഏത് നോട്ടിഫിക്കേഷനാണ്? CISF ASI പാരാമെഡിക്കൽ സ്റ്റാഫിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. ഇത് റിലേറ്റഡ് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹൈപ്പ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് കുട്ടികളെ? ഒരു ഹൈപ്പ് ബട്ടൺ കാണാൻ പറ്റും. അതിനകത്ത് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം അവിടെ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ആ ഹൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് പരമാവധി ഷെയർ കൂടി ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ, ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ SSGD 2026-27 ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. 2025-26 ട്രെയിനിങ് സൈക്കിൾ എടുത്താൽ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് ഇന്ത്യൻ സൈന്യത്തിലേക്ക് ജോലി നേടിക്കൊടുക്കാൻ ആനന്ദ് ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. അതും ഒരൊറ്റ സെൻറ്ററിൽ നിന്നാണ് ഇത്രയും കുട്ടികൾക്ക് ജോലി നേടിക്കൊടുക്കാൻ പറ്റിയേക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഫോഴ്സിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിലെ എല്ലാ കോഴ്സിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ എല്ലാ കോഴ്സിൻ്റെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. SSGയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും, ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, 150 മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ആൾറെഡി ജൂൺ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് നടക്കുന്നത്. ക്ലാസ്സുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ കോഴ്സ് ഫീസ് എത്രയാണ്? 2950 ആണ്. എത്രയാണ് കുട്ടികളെ? 2950. ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇത്രയും നല്ല ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക 2950. ഓക്കെ, ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ സെപ്പറേറ്റ്, അതായത് നെക്സ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും നെക്സ്റ്റ് SSGD തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2026 ഒക്ടോബർ മന്തിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെയോ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെയോ കോഴ്സിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ഉടനെ തന്നെ കാണാം. ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ സൈറ്റ് ജാം ആവുന്നതായിരിക്കും, പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പരമാവധി ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഇത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻ കാണും. അവർക്കെങ്കിലും വളരെ ഹെൽപ്പ് ആവുന്നതായിരിക്കും. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.